ഷാജി പി ജോസഫ്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. ശ്രീ ഷാജി പി ജോസഫ്, ഇന്ന് നിങ്ങൾ ഒരു സമരപാതയിലേക്ക് വീണ്ടും വരികയാണ്. എന്താണ് നിങ്ങൾ മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്? പഴയ രീതിയിൽ മുൻപത്തെ സമരം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രക്ഷോഭത്തിന്റെ തലത്തിലേക്ക് നീങ്ങിയിരുന്നു. അങ്ങനെ അത്രയും ആളുകളെ കൂട്ടിയുള്ള ഒരു വലിയ ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറ്റാൻ ഉള്ള ഒരു അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സമരത്തിന്റെ രീതി? അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? ഞാൻ ഈ ചർച്ച തുടങ്ങിയതിനു ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കേട്ട പ്രഗത്ഭരുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് 14 വിധിക്ക് ശേഷം നമ്മുടെ കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന വ്യതിയാനം അല്ലെങ്കിൽ മാറ്റം, പ്രത്യേക സൈക്ലോണുകൾ, ചില പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. 10 മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്തു മാറുന്നു. അതുമാത്രമല്ല, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഭ്രംശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഡാമാണെന്ന് വിദഗ്ധരുടെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൃത്യമായി യഥാവിധി കോടതിയെ ധരിപ്പിക്കുവാനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലും ഇപ്പോൾ കർണാടകത്തിൽ തകർന്നുപോയ ഡാമിന്റെ വിഷയങ്ങളുമെല്ലാം ആഡ് ചെയ്ത് ഈ പ്രശ്നത്തെ 14 വിധിയിലെ സുപ്രീം കോടതിയിൽ പറഞ്ഞ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആ സാഹചര്യം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ അനാവശ്യമായ കിംവദന്തികൾ പരത്തി അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില നവമാധ്യമങ്ങൾ കൂടിയിരുന്ന പ്രസ്താവനകളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരു സംസ്ഥാനങ്ങളുടെയും ഇവർ തങ്ങളുടെ സഹോദര തുല്യരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നത്തിന് രമ്യമായി പരിഹാരം കാണുവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് അനാവശ്യ ചർച്ചകൾ നടത്തി അനാവശ്യമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വഴിതിരിച്ചുവിടരുതെന്നുള്ള ഒരു സന്ദേശമാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് ഉള്ളത്. സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളാണല്ലോ കേരളങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം, ഈ മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഈ നാൾ വരെയും സമരം ചെയ്തത്. 14 വിധിക്ക് ശേഷം 18 വരെ ചപ്പാത്തിലെ സമരപ്പന്തൽ അവിടെ ഉണ്ടായിരുന്നു. 18 ഈ ഡാമില് അതീവ ജലം തുറന്നു വിട്ടതിന്റെ ഭാഗമായിട്ടാണ് ചപ്പാത്തിലെ ആ സമരപ്പന്തലടക്കം നമ്മുടെ തീരദേശം ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്നും ഇടുക്കി ഡാമിൽ നിന്നും അധിക ജലം തുറന്നു വിട്ടപ്പോൾ നമ്മൾ കണ്ടതാ കാലടി മുതൽ ചാലക്കുടി മുതൽ തൃശ്ശൂരിന്റെ എറണാകുളം പെരുമ്പാവൂർ വരുന്ന ഒരു പ്രദേശത്തെ തീരദേശം വാഷ് ഔട്ടായി പോകുന്നത് കണ്ടു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു ടേബിളിന് ചുറ്റുമിരുന്നുള്ള ചർച്ച എന്ന് ഇപ്പോൾ താങ്കൾ ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ അല്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലേക്ക് വരുന്നില്ല. ഇപ്പോൾ റൂൾ കർവ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 136 അടിക്ക് മുകളിലേക്ക് വരാവുന്നതാണ് ഈ മാസത്തെ റൂൾ കർവ് അനുസരിച്ച്, ഈ സമീപ ദിവസങ്ങളിലെ. പക്ഷെ അവിടെ ഈ പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ പോലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വന്നു കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ തമിഴ്നാട് ഈ സമയത്ത് ചിലപ്പോൾ ഈ 136 അടിയിലേക്ക് എത്താറാകുന്ന സമയത്തൊക്കെ ഡാമിന് ബലക്കുറവില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി പരമാവധി ജലം സംഭരിക്കുവാനായിട്ട് തമിഴ്നാട് ശ്രമിക്കാറുണ്ട്. വെള്ളം കൊണ്ടുപോകുന്നത് ആ സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുമായിരുന്നു, കുറയ്ക്കുമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതോ ഈ സ്വാഭാവികമായിട്ട് മുല്ലപ്പെരിയാറിലെ റിസർവോയറിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അതോ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ സമീപനം, കേരളത്തിനും കൂടി അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ടാണോ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരാതിരിക്കുന്നത്? അതുവഴി വെള്ളം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം വരാതിരിക്കുന്നത്? അത് ഈ റൂർക്കറവ് ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് കുറെ കൺട്രോളൊക്കെ ലഭിച്ചത്. ഓപ്പറേഷൻ മാനുവലും റൂർക്കറവ് നമുക്ക് ലഭിച്ചതോട് ആ ജോസഫ് സാറ് സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് ആ റൂർക്കറവ് ലഭിച്ചത്. അപ്പോൾ അവധാനത്തോടുകൂടി ഈ വിഷയത്തെ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുവാൻ യഥാവിധി നമുക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളൊരു സൂചനയാണ് ജോസഫ് സാറിന്റെ കേസിന്റെ വിധിയിലൂടെ നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് സാറിന്റെ വേറൊരു കേസ് കൂടി സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അപാകതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം കൊടുത്ത കേസ് സുപ്രീം കോടതി ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന സമയത്തിനുള്ളിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കണമെന്ന് കോടതി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ഏജൻസി ഇപ്പോൾ ഈ ഡാമുകളുടെ തകർച്ചയും ലോകമാധ്യമങ്ങളുടെ രാജാവായി ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇവിടെയുണ്ട്.
സൗത്ത് ആഫ്രിക്കയിലെ ലിബിയയിലെ ഡാം തകർന്നപ്പോൾ ഒരു ഡാമിന്റെ കൂടെ 2 ഡാമാണ് തകർന്നു പോയത്. ആ ഡാം തകർച്ചയിലൂടെയാണ് UN പഠന കേന്ദ്രം, ഇത്തരത്തിൽ ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന UN ഒരു പഠന കേന്ദ്രം, അവർ പറഞ്ഞ ലോകത്തെ ഇത്തരത്തിൽ നിൽക്കുന്ന 2000 ഡാമുകളിൽ ആദ്യം കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള ഡാം മുല്ലപ്പെരിയാറാണെന്ന് പറയുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ നമ്മളെ ബാധിച്ചിരിക്കുന്നത്. ശരിയാണ് ഷാജി പി ജോസഫ്. ഇത് ജനങ്ങൾ